Welcome to next lesson in Electrodynamics. ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇലക്ട്രോഡൈനാമിക്സിൻ്റെ ഫോർമുലേഷൻ ടെൻസർ ഫോമിൽ റെപ്രസെൻ്റ് ചെയ്യണം. ഓർ ഇൻ അതർ വേർഡ്സ് മാക്സ്വെൽസ് ഇക്വേഷൻസ് ഇൻ ടെൻസർ ഫോം. ഇപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിലെ ഇലക്ട്രോഡൈനാമിക്സ് ഇലക്ട്രോമാഗ്നറ്റിക് ടെൻസർ, അതായത് ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡിനെ ഇലക്ട്രിക് ഫീൽഡിനെയും മാഗ്നറ്റിക് ഫീൽഡിനെയും ടെൻസർ ഫോമിൽ റെപ്രസെൻ്റ് ചെയ്തു. ഇനി മാക്സ്വെൽസ് ഇക്വേഷൻ കൂടെ ടെൻസർ ഫോമിൽ റെപ്രസെൻ്റ് ചെയ്യാണ്. അപ്പോൾ അതിനു വേണ്ടി മാക്സ്വെൽസ് ഇക്വേഷനിൽ വരുന്ന സോഴ്സ് ടേം, അതായത് കറണ്ട് ഡെൻസിറ്റി, ചാർജ് ഡെൻസിറ്റി, ആദ്യം അതിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യാൻ പോകുന്നത്. സോ ഇൻ ദ ലാസ്റ്റ് ക്ലാസ് വി ഹാവ് റെപ്രസെൻ്റ് ദ ഫീൽഡ്സ് ഇൻ relativistic notation, that is tensor notation. Here we formulate the laws of electrodynamics in tensor form. First one, charge and current density. We start with a source, and in that source we consider a small volume V which has a charge density rho and current density J. It is moving at a velocity U. ഇപ്പോൾ ചാർജ് ഡെൻസിറ്റി എന്നുള്ളതിനെ റോ ഇസ് ഈക്വൽ ടു ക്യൂ ബൈ വി എന്ന് പറയാം. കറണ്ട് ഡെൻസിറ്റി ജെ ഇസ് ഈക്വൽ ടു റോ യു. കറണ്ട് ഡെൻസിറ്റി വെക്ടറാണ്, ചാർജ് ഡെൻസിറ്റി സ്കെലാറാണ്. ഇനി റിലേറ്റിവിറ്റിയിൽ നമുക്ക് രണ്ട് തരം ചാർജ് ഡെൻസിറ്റി ഡിഫൈൻ ചെയ്യാം. പ്രോപ്പർ ചാർജ് ഡെൻസിറ്റി എന്ന് വെച്ചാൽ ദ ചാർജ് ഡെൻസിറ്റി അറ്റ് റെസ്റ്റ്, പിന്നെ ദ ചാർജ് ഡെൻസിറ്റി ദാറ്റ് ഈസ് റോ. അപ്പോൾ റോ സീറോ എന്നുള്ളതിന് പ്രോപ്പർ ചാർജ് ഡെൻസിറ്റിയും റോ എന്നുള്ളത് ചാർജ് ഡെൻസിറ്റി ഇൻ മോഷൻ എന്നും പറയാം. അപ്പോൾ റോ സീറോ ഇസ് ഈക്വൽ ടു ക്യൂ ബൈ വി സീറോ എന്ന് പറയാം, വേർ വി സീറോ ഇസ് ദ റെസ്റ്റ് വോളിയം. നമുക്കറിയാം റിലേറ്റിവിറ്റി അനുസരിച്ച് ഒരു പാർട്ടിക്കിൾ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുകയാണെങ്കിൽ ആ മൂവ്മെൻറ്റിൻ്റെ ഡയറക്ഷനിലുള്ള ലെങ്ത് ഡിക്രീസ് ചെയ്യുന്നുണ്ടാവും. ദാറ്റ് ഈസ് കോൾഡ് ലെങ്ത് കോൺട്രാക്ഷൻ. ബിക്കോസ് ഓഫ് ദ ലെങ്ത് അലോങ് ദ ഡയറക്ഷൻ ഓഫ് ദ മോഷൻ ഈസ് Lorentz-contracted. ഒരു ഡയറക്ഷനിലുള്ള ലെങ്ത് കുറയുന്നത് കൊണ്ട് വോള്യൂം എന്ത് ചെയ്യും, അതേ എമൗണ്ടിൽ കുറയും. വി ഈസ് ഈക്വൽ ടു, ദാറ്റ് ഈസ് വോള്യൂം ഇൻ മോഷൻ ഈസ് ഈക്വൽ ടു വി സീറോ, ദാറ്റ് ഈസ് പ്രോപ്പർ വോള്യൂം, ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് യു സ്ക്വയർ ബൈ സി സ്ക്വയർ, വെർ യു ഈസ് ദ വെലോസിറ്റി വിത്ത് വിച്ച് the charge is moving from the observer. Now thus the source densities are rho is equal to rho 0 by root of 1 minus u square by c square എന്ന് പറയാം, and j will be equal to rho 0 into u by root of 1 minus u square by c square. Now comparing ഈ റോയും ജെയും കമ്പയർ ചെയ്യാണ് നമ്മൾ. ദർ ഈസ് ഓൾറെഡി വി ഹാവ് ഡിഫൈൻഡ് ദ ഫോർ വെലോസിറ്റി. ഫോർ വെലോസിറ്റി എന്നുള്ളത് നിങ്ങളുടെ സിലബസിൽ വരുന്നുണ്ടാവില്ല, അതിന് മുമ്പേ ഗ്രിഫിത്തിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫോർ വെലോസിറ്റി നോക്കുകയാണെങ്കിൽ യു ക്യാൻ സീ ദാറ്റ് ഈറ്റ മ്യൂ ഈസ് ഈക്വൽ ടു c by root of 1 minus u square by c square, then ux by 1 minus u square by c square, then uy by root of 1 minus u square by c square. This is for velocity. ഈ ഫോർ വെലോസിറ്റിയുമായിട്ട് ഈ ചാർജ് ഡെൻസിറ്റിയും കറണ്ട് ഡെൻസിറ്റിയും കമ്പയർ ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ സീ ദാറ്റ് കറണ്ട് ഡെൻസിറ്റി എന്നുള്ളതിൽ ദർ ഈസ് എ റോ സീറോ ഇൻറ്റു 1 ബൈ റൂട്ട് ഓഫ് 1 മൈനസ് യു സ്ക്വയർ ബൈ സി സ്ക്വയർ. പിന്നെ ജെ എന്നുള്ളതിൽ ദർ ഈസ് റോ സീറോ ഇൻറ്റു യു ബൈ റൂട്ട് ഓഫ് 1 മൈനസ് യു സ്ക്വയർ ബൈ സി സ്ക്വയർ. അപ്പോൾ കമ്പാരിസൺ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ടേം ഇവിടെ സി ബൈ റൂട്ട് ഓഫ് ആണ്, ഇവിടെ സി ഇല്ല. അപ്പോൾ ഇവിടെ നമ്മൾ സി ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ സി ഈ രണ്ട് ടേമും ഈക്വലായി വരും, റോ സീറോ കോമൺ ആക്കി എടുക്കുകയാണെങ്കിൽ. സോ ഇറ്റ് വിൽ ബി സി ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ സി ദാറ്റ് സീറോ എന്നുള്ളൊരു ടേം എടുക്കുകയാണെങ്കിൽ ഈ സീറോ എന്നുള്ളതും ജെ എക്സ് ജെ വൈ ജെ സെറ്റ് ഇതെല്ലാം കൂടി നമുക്ക് പറയാം എന്തേ, ദേ ആർ ഫോമിങ് എ ഫോർ വെക്റ്റർ. ബിക്കോസ് ഇതൊരു ഫോർ വെക്ടറാണ്. ഫോർ വെക്ടർ എന്ന് പറയുമ്പോൾ അതിന് ചില പ്രോപ്പർട്ടീസ് ഉണ്ട്. ആ ഫോർ വെക്ടർ എങ്ങനെയാണ് ഒരു ക്വാണ്ടിറ്റി ഫോർ വെക്ടർ ആവണമെങ്കിൽ അതൊരു ഫോർ വെക്ടർ ട്രാൻസ്ഫോം ചെയ്യുന്ന രീതിയിൽ ട്രാൻസ്ഫോം ചെയ്യണം. ആൾറെഡി വി ഹാവ് പ്രൂവ്ഡ് ദാറ്റ് ദിസ് ഈസ് എ ഫോർ വെക്ടർ. ഈ ഈറ്റ മ്യൂ എന്നുള്ളത് ദാറ്റ് ഈസ് കാൾഡ് ഫോർ വെലോസിറ്റി. അപ്പോൾ അതുമായി കമ്പയർ ചെയ്യുകയാണെങ്കിൽ വി സീ ദാറ്റ് ദിസ് കറണ്ട് ഡെൻസിറ്റി ആൻഡ് ചാർജ് ഡെൻസിറ്റി ടുഗദർ മേക്ക് എ കറണ്ട് ഡെൻസിറ്റി ഫോർ വെക്ടർ. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് സീറോ. അത് ഡിഫൈൻ ചെയ്യുന്നത് ഈ രീതിയിലാണ്, സീറോ ജെ എക്സ് ജെ വൈ ജെ സെറ്റ്, ദാറ്റ് ഈസ് റോ സീറോ സി ബൈ റൂട്ട് ഓഫ് 1 മൈനസ് യു സ്ക്വയർ ബൈ സി സ്ക്വയർ ഇൻറ്റു റോ സീറോ യു ബൈ റൂട്ട് ഓഫ് 1 മൈനസ് യു സ്ക്വയർ ബൈ സി സ്ക്വയർ. യു എന്നുള്ളതിൽ യു എക്സ് യു വൈ യു സെറ്റ്, ദാറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് റോ സീറോ ഈറ്റ
mu. This J mu എന്ന് പറയുമ്പോൾ it is called the 4 vector current density 4 vector. That current density 4 vector J mu is equal to rho 0 eta mu is the 4 density vector with components 0, jx, jy, jz. അപ്പോൾ ഇവിടെ ഈ കമ്പണൻറ്റിനെ J0, J1, J2, J3 എന്ന് പറയാം, J mu എന്നുള്ളത്. So it is the tensor notation of the source densities, that is charge and current densities. Now next we take the continuity equation. The continuity equation is del dot J is equal to minus d rho by dt. It can be written as del dot J എന്നുള്ളത് dou Jx by Jx plus dou Jy by Jy dou y plus dou Jz by dou z. That is equal to minus d rho by dt. I am dividing and multiplying by c on both sides, so it will be minus dou c rho by minus dou ct. Now it implies this term is taken into this side, so it is dou 0 by dou ct plus dou jx by dou x plus etc. is equal to 0. Now 0 എന്നുള്ളത് already there is another quantity called the 4 space-time coordinates or 4 vector 4 space-time coordinates എന്നുള്ളത് it is ct x y z ആണ്. x mu എന്നതിനെ represent ചെയ്യും, where mu runs from 0 to 3, x0, x1, x2, x3. അപ്പോൾ ഈ 4 vector 4 space-time coordinateൻ്റെ ടേമിൽ നോക്കുകയാണെങ്കിൽ this becomes dou 0 എന്നുള്ളത് ആക്ച്വലി J0 ആണ്. നമ്മൾ ആൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. 0 എന്നുള്ളത് it is J0. So it is dou J0 by dou x0 plus dou J1 by dou x1 plus dou J2 by dou x2 plus dou J3 by dou x3 is equal to 0 എന്ന് വരും. So we can write this equation in tensor form as dou J mu by dou x mu is equal to 0. mu എന്നുള്ള ഇൻഡെക്സ് 2 തവണ വരികയാണെങ്കിൽ the summation over mu is implied. That is dou J mu by dou x mu is equal to 0 എന്നാണെങ്കിൽ equation, it means that dou J1 by dou x1 dou J0 by dou x0 plus dou J1 by dou x1 plus dou J2 by dou x2 plus dou J3 by dou x3 is equal to 0. So this is the continuity equation in tensor form. So the continuity equation dou J mu by dou x mu is the 4-dimensional divergence of J mu. So the continuity equation states that the current density for vector is divergenceless. Continuity equation in tensor form states that current density for vector is divergenceless. Then Maxwell's equation. Now we can go to Maxwell's equation. Maxwell's equation can be written in a simple form with two equations. Dou f mu nu by dou x nu is equal to mu 0 j nu, and dou g mu nu by dou x nu is equal to 0. These are Maxwell's electromagnetic field tensor and Maxwell's electromagnetic dual tensor. So ഇവിടെ mu എന്നുള്ള ഇൻഡെക്സ് രണ്ട് തവണ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. So it means that summation over mu is implied. mu implied എന്ന് പറയുമ്പോൾ mu runs from 0 to 3. 0, 1, 2, 3. So each of these stands for 4 equations, one for every value of mu. This is the Maxwell's equation in tensor notation. അപ്പോൾ ഇത് Maxwell's equation ആണെന്ന് നമ്മൾ വെരിഫൈ ചെയ്യും. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ നമ്മളിത് വെരിഫൈ ചെയ്യാൻ പോകണേ. സോ വി ടേക്ക് ദിസ് ഇക്വേഷൻ mu is equal to 0 എന്നെടുക്കുകയാണെങ്കിൽ, if mu is equal to 0, the first equation reads dou f 0 nu by dou x nu is equal to mu 0 j0 എന്ന് വരും. mu 0 j0. Now the sum ചെയ്യണം. This is running over nu എന്നുള്ളത് 0, 1, 2, 3 4 ടേം ഉണ്ടാവും. സോ dou f 0 0 by dou x0 plus dou f 0 1 by dou x1 plus dou f 0 2 by dou x2 plus dou f 0 3 by dou x3 is equal to mu 0 j0. That is equal to now f0 0. ഈ എഫ് mu nu എന്നുള്ള ടെൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട് റെഫറൻസിന് വേണ്ടിയിട്ട്. സോ അത് f0 ആണ്. സോ 0 പ്ലസ് ദെൻ f01 f02 f03 എല്ലാം ex by c ey by c ez by c ആണ്. സോ 1 by c can be taken out. 1 by c into dou ex by dou x plus dou ey by dou y plus dou ez by dou z is equal to mu 0. ദെൻ j0 എന്ന് പറയുന്ന വെക്ടറിൻ്റെ 0th കമ്പണൻറ്റ് ഇറ്റ് ഈസ് 0.
So mu 0 0. So that is equal to dou x by dou x plus dou u by dou v ബ്രാക്കറ്റിനുള്ളിലുള്ള ക്വാണ്ടിറ്റി ഡെൽ ഡോട്ട് ഇ ആണ്. സോ ഡെൽ ഡോട്ട് ഇ ഈസ് ഈക്വൽ ടു mu 0 സി ഇവിടെ ആൾറെഡി ഒരു 1/c ഉണ്ട്, അത് ഇങ്ങോട്ട് എടുക്കുമ്പോൾ c സ്ക്വയർ ആവും. mu 0 c സ്ക്വയർ റോ ദാറ്റ് ഇസ് ഈക്വൽ ടു it becomes del dot e is equal to c square is 1 by mu 0 epsilon 0. So mu 0 cancelled. It becomes rho by epsilon 0. So this is Gauss's law. So actually this one dou f mu nu by dou x nu is equal to mu 0 j0 is Gauss's theorem in electrostatics, in electrodynamics. Now similarly, mu is equal to 0 ആണ്. ഇനി mu is equal to 1 ആണെങ്കിൽ we have dou f 1 mu by dou x mu is equal to mu 0 j1. ഇതുപോലെ എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ dou f 1 0 by dou x 0 1 1 by x1 then 1 2 by x2 1 3 by x3 is equal to mu 0 j1 എന്ന് വരാം, jx അല്ല j1 എന്നുള്ളത് jx ആയി വരും ഇവിടെ. ഓക്കെ, j1 എന്നുള്ളത് jx ആണ്, അത് വാല്യൂ കൊടുത്തതാണ് j1 jx എന്നുള്ളത്. റിമൈനിങ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ അതായത് dou f 1 0 എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് മൈനസ് ex ബൈ സി. ആൾറെഡി x0 എന്നുള്ളത് എന്താണ്, c0 ആണ്. സോ ഇറ്റ് ബിക്കംസ് മൈനസ് 1 by c സ്ക്വയർ dou x by dou t പ്ലസ് ദെൻ dou f 1 എന്നുള്ളത് 0 ആണ്, dou f 1 bz-ഉം dou f 1 by ആണ്. സോ 0 ദെൻ dou bz by dou y മൈനസ് dou by by dou z is equal to mu 0 jx, that is equal to 1 by c square dou e by dou t. Now this can be written as dou ex by dou t എന്നുള്ളത് dou e by dt യുടെ x കമ്പണൻ്റ് ആണ്. then dou bz by dou y മൈനസ് dou by by dou z എന്നുള്ളത് del cross b എന്നുള്ളതിൻ്റെ x കമ്പണൻ്റ് ആണ്. So this can be written as minus 1 by c square into dou e by dou t plus del cross b of x അതിൻ്റെ x കമ്പണൻ്റ് is equal to mu 0 jx. ഇത് mu is equal to 1 ഇനി mu is equal to 2 അതുപോലെ mu equal to 3 ആണെങ്കിൽ നമുക്ക് ഇതിൻ്റെ y കമ്പണൻറ്റും z കമ്പണൻറ്റും കിട്ടും ഇതുപോലെ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ. സോ വി ഗെറ്റ് x കമ്പണൻറ്റ് y കമ്പണൻറ്റ് z കമ്പണൻറ്റ് is equal to mu 0 jx jy jz. സോ കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ മൈനസ് 1 by c സ്ക്വയർ ഇൻറ്റു ഇത് x കമ്പണൻ്റ് ആണ്, ഇത് y കമ്പണൻ്റ് ആയിരിക്കണം, ഇത് z കമ്പണൻ്റ് ആണ്. മൈനസ് 1 by c സ്ക്വയർ dou i by dou t പ്ലസ് del cross b is equal to mu 0 j എന്ന് വരും. or del cross b is equal to mu 0 j plus mu 0 epsilon 0 dou e by dou t. So this is Maxwell's MBA's law with Maxwell's correction. അപ്പോൾ ഇതിൽ ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ ഫസ്റ്റത്തെ എക്സ് ആണ്, സെക്കൻഡത്തത് വൈ ആണ്, തേർഡത്തത് സെറ്റ് ആണ്. സോ ദാറ്റ് ഈസ് ദ മാക്സ്വെൽസ് ഇക്വേഷൻ ഫസ്റ്റ് ഫോമിൽ ഡോ എഫ് മ്യൂ ന്യൂ ബൈ ഡോ എക്സ് മ്യൂ എന്നുള്ളത് രണ്ട് മാക്സ്വെൽസ് ഇക്വേഷൻ തരും. അതായത് ഡെൽ ഡോട്ട് ഇ ഈക്വൽ ടു 0 ആൻഡ് del cross b equal to mu 0 j plus mu 0 epsilon 0 dou i by dou t. Similarly, second Maxwell's equation നോക്കുകയാണെങ്കിൽ dou g mu nu by dou x mu is equal to 0 എന്നുള്ളത് mu is equal to 0 കൊടുക്കുകയാണെങ്കിൽ we will get it will be equal to del dot b equal to 0. കാൽക്കുലേഷൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ സ്ട്രെസ് ടെൻസറും Maxwell's dual tensor ഇവിടെ കൊടുത്തിട്ടുണ്ട്. Now this is the third Maxwell's equation. Now അതിൽ തന്നെ mu equal to 1 ആണെങ്കിൽ dou x 1 mu by dou x nu is equal to 0 now. ഇതിൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ we can see that it will be minus 1 by c into dou bx by dou t minus 1 by c into dou ez by dou y plus 1 by c into dou ey by dou z is equal to 0. നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവിടെ എടുക്കുകയാണെങ്കിൽ we see that it is dou b by dou t of x കമ്പണൻറ്റ് 1 by c എല്ലാം ക്യാൻസൽ ചെയ്യാം മൂന്ന് ഭാഗത്തും. ബാക്കി ഈ ടേം വരാൻ ഡെൽ ക്രോസ് ഇയുടെ എക്സ് കമ്പണൻ്റ് ആണ് ഇസ് ഈക്വൽ ടു 0. ഇതുപോലെ mu ഈക്വൽ ടു 2 mu ഈക്വൽ ടു 3 ബാക്കി രണ്ട് ഇൻഡെക്സ് കൂടി റൺ ചെയ്യുകയാണെങ്കിൽ വി ഗെറ്റ് ഡോ ബി ബൈ ഡോ ടി പ്ലസ് ഡെൽ ക്രോസ് ഈസ് ഈക്വൽ ടു 0 ഓർ ഡെൽ ക്രോസ് ഈസ് ഈക്വൽ ടു മൈനസ് ഡോ ബി ബൈ ഡോ ടി. സോ ഇൻ ഷോർട്ട് all four Maxwell's equations can be derived from the it can be obtained from the relativistic notation. So the Maxwell's equations are they are reduced into two delightfully simple ones, that is dou f mu nu by dou x nu is equal to mu 0 j nu and dou g mu nu by dou x nu is equal to 0. So these are Maxwell's equation in tensor form. Next is Lorentz-Foy's law. So the Lorentz-Foy's law in relativistic notation
it is represented by a force, Minkowski force. Minkowski force എന്നുള്ളതൊരു ഫോർ വെക്ടർ ഫോഴ്സ് ആണ്. ആൾറെഡി അത് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ ഗ്രിഫിത്തിൽ. അത് അഗെയിൻ അതും സിലബസിന് പുറത്തായിരുന്നു. അപ്പം മിങ്കോസ്കി ഫോഴ്സ് എന്താ ജസ്റ്റ് അവിടെ പറയുന്നുണ്ട്. മിങ്കോസ്കി ഫോഴ്സ് എന്നുള്ളത് കെ ഈസ് എ ഫോർ വെക്ടർ ആൻഡ് ദ സ്പേഷ്യൽ കമ്പണൻസ് ഓഫ് കെ മ്യൂ. ഈ കെ എന്നുള്ളൊരു ഫോർ വെക്ടറാണ്. അപ്പോൾ അതിൻ്റെ 3 സ്പേഷ്യൽ കമ്പണൻസ്, ടൈം കമ്പണൻ്റ് അല്ല, 3 സ്പേഷ്യൽ കമ്പണൻ്റ് ആർ റിലേറ്റഡ് ടു ദ ഓർഡിനറി വെക്ടർ, ഓർഡിനറി ഫോഴ്സ് ബൈ കെ ഈസ് ഈക്വൽ ടു 1/√(1 - u²/c²f). അപ്പോൾ കെ എന്നുള്ളതിൻ്റെ K0 കമ്പണൻ്റ് ഇവിടെ പറഞ്ഞിട്ടില്ല. ഇപ്പോൾ K0, K1, K2, K3 കമ്പണൻസ് എന്നുള്ളത് 1/(1 - u²/c²f) ആണ്. സോ ഇവിടെ ലോറൻസ് ഫോഴ്സിലോ റിലേറ്റിവിസ്റ്റിക് നൊട്ടേഷനിൽ ഈ ഫോർ വെക്ടർ ഫോഴ്സിൻ്റെ ടേമിൽ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം. അപ്പോൾ ഫോർ വെക്ടർ ഫോഴ്സ് ഉണ്ട് ചാർജ് Q ഈസ് ഗിവൺ ഇൻ ടേംസ് ഓഫ് ദ ഫീൽഡ് ടെൻസർ F mu nu. ഇറ്റ് ഈസ് K nu ഈസ് ഈക്വൽ ടു Q ഈറ്റ വി എഫ് മ്യൂ ന്യൂ. അപ്പോൾ ഈറ്റ വി എന്നുള്ളത് ഈറ്റ എന്നുള്ളത് ഫോർ വെലോസിറ്റിയാണ്. ഈറ്റ വി ആൻഡ് എഫ് മ്യൂ ന്യൂ. ഇവിടെ ഇൻഡെക്സ് ഒന്ന് താഴെ ഒന്ന് മേലാണുള്ളത്. അത് എന്താണെന്ന് വെച്ചാൽ ഇത് രണ്ട് ടെൻസർ മൾട്ടിപ്ലൈ ആണ്. അപ്പോൾ കോൺട്രാവാരിയൻറ്റും കോവാരിയൻറ്റും ആണെങ്കിൽ അതിൻ്റെ റാങ്ക് ഒന്ന് റെഡ്യൂസ് ചെയ്യും. അപ്പോൾ ഇവിടെ ഫസ്റ്റ് റാങ്കുള്ള ഒരു വെക്ടറും സെക്കൻഡ് റാങ്കുള്ള ടെൻസറും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് എ റിസൾട്ട് ആസ് എ ഫസ്റ്റ് റാങ്ക് വെക്ടർ. അതൊരു വെക്ടർ കിട്ടുന്നുണ്ടാവും. അപ്പോൾ ദാറ്റ് ഈസ് കാൾഡ് വേരിയബിൾ. അതിൻ്റെ ഇൻഡെക്സ് റെഡ്യൂസ് ചെയ്യുന്ന അതാണ്. നിങ്ങൾ ടെൻസറിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഇതിൻ്റെ പ്രൂഫ് ഫോർ മ്യൂ ഈക്വൽ ടു 1, ദിസ് ഈസ് ദ ലോറൻസ് ഫോഴ്സ് ലോ ഇൻ ടേംസ് ഓഫ് ഫോർ വെക്ടർ ഫോഴ്സ്. മ്യൂ ഈസ് ഈക്വൽ ടു 1 ആണെങ്കിൽ K1 ഈസ് ഈക്വൽ ടു Q ഈറ്റ ന്യൂ F1 ന്യൂ എന്ന് വരും. അപ്പോൾ ന്യൂ രണ്ട് തവണ വരുന്നുണ്ട്, അത് റിപ്പീറ്റ് ചെയ്യണം. So it implies K1 is equal to Q into eta 0 F1 0 eta 1 F1 1 plus eta 2 F1 2 plus eta 3 F1 3. That is equal to Q into eta 0 എന്നുള്ളത് കോവാരിയൻ്റ് വെക്ടറിൽ നിന്നും കോൺട്രാവാരിയൻറ്റിലേക്ക് പാസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഫസ്റ്റ് കമ്പണൻറ്റ് മാത്രമേ ചേഞ്ച് ചെയ്യുള്ളൂ. only the first component of velocity, that is the covariant vector a mu എന്നുള്ളത് differs from the contravariant a nu only in the sign of the zeroth component. zeroth എന്ന് പറഞ്ഞാൽ ഇവിടെ ഫസ്റ്റ് ആദ്യം കാണുന്ന കമ്പണൻറ്റ്. അപ്പോൾ ഇവിടെ ഈറ്റ 0 താഴെ കൊടുക്കുന്നത് മൈനസ് ഈറ്റ 0 മേലെ കൊടുക്കാം, പ്ലസ് F1 0 ഈറ്റ 1 F1 1 ഈറ്റ 2 F1 2 ഈറ്റ 3 F1 3. ബാക്കി 3 കമ്പണൻറ്റും കോൺട്രാവാരിയൻ്റ് ആണെങ്കിലും കോവാരിയൻ്റ് ആണെങ്കിലും സെയിം ആണ്. ഇതിങ്ങോട്ട് ചേഞ്ച് ചെയ്യാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ in our hand only the expression for this eta 0 in contravariant form is available. അപ്പോൾ അതുകൊണ്ട് കോവാരിയൻ്റ് വെക്ടറിനെ കോൺട്രാവാരിയൻ്റ് ആക്കി മാറ്റി. അപ്പോൾ ഫസ്റ്റ് ടേമിൽ ഒരു നെഗറ്റീവ് സൈൻ അഡീഷണൽ കൊടുത്തിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു K1 ഈസ് Q ഇൻറ്റു ദിസ് F1 0 എന്നുള്ളത് അതിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് മൈനസ് EX/C എന്നുള്ളത്. ദെൻ ദർ ഈസ് മൈനസ് ഈറ്റ 0 എന്ന് വരുന്നുണ്ട്. ഈറ്റ 0യുടെ ടേം കൊടുക്കുകയാണ് മൈനസ് C/√(1 - u²/c² പ്ലസ് സെക്കൻഡ് F11 0 ആണ്, അതിവിടെ 0 വന്നിട്ടുണ്ട്. ദെൻ ഈറ്റ 2 എന്നുള്ളത് uy/√(1 - u²/c² bz പ്ലസ് uz/√(1 - u²/c² ഇൻറ്റു മൈനസ് by, ദാറ്റ് ഈസ് ഈറ്റ F13. ഇവിടുന്ന് കിട്ടും F13 അല്ല. Now that is K1 is q/√(1 - u²/c² into Ex plus uy bz minus uz by, that is E plus u cross bx component. അതിൻ്റെ x component ആണത്. ഇതുപോലെ mu equal to 2 3 എന്നുള്ളതിൽ കൂടെ റൺ ചെയ്യുകയാണെങ്കിൽ we see that K is equal to q/√(1 - u²/c² into E plus u cross b. So this is the four vector force എന്ന് പറയാം. Now comparing this four vector force with the ordinary force, we see that already we have found that K is equal to 1/√(1 - u²/c² f. So 1/√(1 - u²/c² f is equal to q/√(1 - u²/c² into E plus u cross b. So the ordinary force F is equal to q into E plus u cross b, which is the Lorentz force law. Thus we see that K nu is equal to Q sigma Q eta V F mu nu represents the Lorentz force law in relativistic notation. So we have derived the expressions
For current density, it is a current density 4 vector. Then Maxwell's equations, it has become 2 equations in relativistic notation. Then the Lorentz law. So this is the representation of electromagnetism in tensor notation.